നമസ്കാരം, ഞാൻ അനഘായൻ. പ്രതിവാര കായിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന കായിക വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് മെഡൽ തിളക്കം. തുടർച്ചയായ മൂന്നാം കോമൺവെൽത്ത് സ്വർണം നേടി അഭിമാനമായി മീരാഭായ് ചാനു. ബാങ്കോക്കിൽ ഇന്ത്യൻ അത്ലറ്റിക്സ് താരങ്ങൾക്ക് ചരിത്ര നേട്ടം. മെഡൽ കൊയ്ത്തുമായി യുവനിര. സിംബാബ്വേക്കെതിരായ T20 ക്രിക്കറ്റ് പരമ്പര തൂത്തുവാരി ഇന്ത്യ. മൂന്നാം മത്സരത്തിൽ 35 റൺസ് ജയം. കളിയിലെ താരവും പരമ്പരയിലെ താരവുമായി തിളങ്ങി വൈഭവ് സൂര്യവംശി. ഇന്ത്യൻ സ്ക്വാഷിൽ പുതുചരിത്രം. 18-കാരി അനാഹത് സിംഗ് ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം. തകർത്തത് 15 വർഷം തുടർച്ചയായി കിരീടം നേടിയ ഈജിപ്തിന്റെ ആധിപത്യം. വാർത്തകൾ വിശദമായി. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന 23ാമത് കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ട സജീവമാക്കി ഇന്ത്യ. നിലവിൽ 1 സ്വർണവും 2 വെള്ളിയും 1 വെങ്കലവും ഉൾപ്പെടെ 4 മെഡലുകളുമായി തിളങ്ങുകയാണ് ഇന്ത്യ. വനിതകളുടെ 48 കിലോഗ്രാം വെയ്റ്റ് ലിഫ്റ്റിംഗിലാണ് ഇന്ത്യയുടെ ആദ്യ സ്വർണം പിറന്നത്. ഒളിമ്പിക് ജേതാവായ മീരാഭായ് ചാനു സ്നാച്ചിലും ക്ലീൻ ആൻഡ് ജെർക്കിലും പുതിയ ഗെയിംസ് റെക്കോർഡുകൾ കുറിച്ചു. ആകെ 190 കിലോഗ്രാം എന്ന പുതിയ ഗെയിംസ് റെക്കോർഡോടെയാണ് ചാനു തുടർച്ചയായ മൂന്നാം കോമൺവെൽത്ത് സ്വർണം കഴുത്തിലണിഞ്ഞത്. പുരുഷന്മാരുടെ 60 കിലോഗ്രാം വെയ്റ്റ് ലിഫ്റ്റിംഗിൽ അരങ്ങേറ്റക്കാരനായ ഋഷികാന്ത് സിംഗ് സ്നാച്ചിൽ പുതിയ റെക്കോർഡോടെ ഇന്ത്യക്കായി വെള്ളി മെഡൽ നേടി. സ്നാച്ചിൽ 121 കിലോഗ്രാമും ക്ലീൻ ആൻഡ് ജെർക്കിൽ 143 കിലോഗ്രാം ഉൾപ്പെടെ ആകെ 264 കിലോഗ്രാം ഉയർത്തിയാണ് ഋഷികാന്ത് സിംഗ് ഈ നേട്ടം കൈവരിച്ചത്. പുരുഷന്മാരുടെ 65 കിലോഗ്രാം വെയ്റ്റ് ലിഫ്റ്റിംഗിൽ കടുത്ത പോരാട്ടത്തിനൊടുവിൽ രാജാ മുത്തുപാണ്ഡി ഇന്ത്യയുടെ വെള്ളി മെഡൽ നേട്ടം 2 ഉയർത്തി. സ്നാച്ചിൽ 126 കിലോഗ്രാമും ക്ലീൻ ആൻഡ് ജെർക്കിൽ 160 കിലോഗ്രാമും അടക്കം ആകെ 286 കിലോഗ്രാം ഉയർത്തിയാണ് മുത്തുപാണ്ഡി തിളങ്ങിയത്. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് വിഭാഗത്തിൽ 190 കിലോഗ്രാം ഭാരം വിജയകരമായി ഉയർത്തിയാണ് ജന്തു കുമാർ ഇന്ത്യക്കായി വെങ്കല മെഡൽ നേടിയത്. 23ാമത് കോമൺവെൽത്ത് ഗെയിംസിലെ ഇന്ത്യയുടെ ആദ്യ മെഡലായിരുന്നു ഇത്. ബാങ്കോക്കിൽ നടന്ന 12ാമത് ഏഷ്യൻ ഏജ് ഗ്രൂപ്പ് അക്വാട്ടിക്സ് ചാമ്പ്യൻഷിപ്പിൽ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച് ഇന്ത്യൻ യുവനിരയുടെ ചരിത്ര മുന്നേറ്റം. ഒന്നിലധികം ദേശീയ റെക്കോർഡുകൾ തകർത്ത ഇന്ത്യൻ നീന്തൽ താരങ്ങൾ മെഡൽ കൊയ്ത്തുമായാണ് തങ്ങളുടെ അപ്രമാദിത്യം തെളിയിച്ചത്. ചാമ്പ്യൻഷിപ്പിന്റെ തുടക്കം മുതൽ ഏഷ്യയിലെ വൻ ശക്തികളോട് പൊരുതിയാണ് ഇന്ത്യയുടെ ഭാവി വാഗ്ദാനങ്ങൾ മെഡൽ വേട്ട നടത്തിയത്. ഇന്ത്യൻ നിരയിലെ ഏറ്റവും തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെച്ചത് പെൺകുട്ടികളുടെ വിഭാഗത്തിൽ മത്സരിച്ച ദിനിധി ദേസിംഗു ആണ്. 200 മീറ്റർ ഫ്രീ സ്റ്റൈൽ 2 മിനിറ്റ് 1.81 സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത് ദിനിധി പുതിയ സീനിയർ ദേശീയ റെക്കോർഡോടെ സ്വർണം നീന്തിയെടുത്തു. ഇതിനു പുറമെ 100 മീറ്ററിൽ വെള്ളിയും 400 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ വെങ്കലവും താരം സ്വന്തമാക്കി. പുരുഷന്മാരുടെ 200 മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിൽ അബ്ദുൽ ഹഫീസ് റഷീദ് ഇന്ത്യക്കായി മറ്റൊരു തങ്കത്തിളക്കം സമ്മാനിച്ചു. 2 മിനിറ്റ് 7.54 സെക്കൻഡിലായിരുന്നു ഹഫീസിന്റെ സ്വർണ്ണ നേട്ടം. ആൺകുട്ടികളുടെ 400 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ ജൂനിയർ ദേശീയ റെക്കോർഡോടെ ദർശനസ് വെള്ളിയും 200 മീറ്റർ ബട്ടർഫ്ലൈയിൽ വെങ്കലവും നേടി. പെൺകുട്ടികളുടെ 50 മീറ്റർ ബട്ടർഫ്ലൈയിൽ 27.45 സെക്കൻഡിൽ പുതിയ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ച് തനിഷി ഗുപ്ത വെങ്കലം സ്വന്തമാക്കി. റിലേ മത്സരങ്ങളിലും ഇന്ത്യൻ കരുത്ത് പ്രകടമായിരുന്നു. വനിതാ ടീം പുതിയ ദേശീയ റെക്കോർഡോടെയാണ് വെങ്കലം നേടിയത്. മിക്സഡ് ഫ്രീ സ്റ്റൈൽ റിലേയിലും ഇന്ത്യ വെങ്കലം നേട്ടം ആവർത്തിച്ചു. ആദ്യ ദിനം തന്നെ 5 മെഡലുകളുമായി തുടങ്ങിയ ഇന്ത്യ വരും വർഷങ്ങളിലെ ഒളിമ്പിക് സ്വപ്നങ്ങൾക്ക് ഈ യുവനിരയിലൂടെ അടിത്തറ പാകിയിരിക്കുകയാണ്. നമ്മുടെ നീന്തൽ താരങ്ങളുടെ സമർപ്പണം ഫലം കണ്ടതായും യുവതാരങ്ങളുടെ പ്രചോദനാത്മകമായ പ്രകടനം നേരിൽ കാണാൻ സാധിച്ചതിൽ അതിയായ അഭിമാനമുണ്ടെന്നും ലോക അക്വാട്ടിക് അസോസിയേഷൻ ടെക്നിക്കൽ കമ്മിറ്റി അംഗവും കേരള അക്വാട്ടിക് അസോസിയേഷൻ പ്രസിഡന്റും കേരള ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി ജനറലുമായ S. രാജീവ് പറഞ്ഞു. കായിക പരിശീലകർക്കും താരങ്ങൾക്കും മാനസിക ഏകാഗ്രത വളർത്തുവാൻ തായ്ക്കൊണ്ടോ അസോസിയേഷൻ ഓഫ് കേരളയുടെ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ക്യാമ്പ് ജൂലൈ 24 മുതൽ 26 വരെ തിരുവനന്തപുരത്ത് നടന്ന ക്യാമ്പിന് ഡോക്ടർ K. വാസുകി IAS ആണ് നേതൃത്വം നൽകിയത്. തായ്ക്കൊണ്ടോ അസോസിയേഷൻ ഓഫ് കേരളയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച തായ്ക്കൊണ്ടോ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പ്രോഗ്രാം 2026 വിജയകരമായി സമാപിച്ചു. ജൂലൈ 24 മുതൽ 26 വരെ തിരുവനന്തപുരം മരിയാറാണി സെൻട്രൽ വെച്ചായിരുന്നു 3 ദിവസം നീണ്ടുനിന്ന പരിശീലന ക്യാമ്പ് അരങ്ങേറിയത്. മാസ്റ്റേഴ്സിനും സീനിയർ കായിക താരങ്ങളിലും പരിശീലകരിലും കായികക്ഷമതയോടൊപ്പം മാനസിക ഏകാഗ്രതയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. തായ്ക്കൊണ്ടോ അസോസിയേഷൻ ഓഫ് കേരള സംസ്ഥാന പ്രസിഡന്റും IAS ഉദ്യോഗസ്ഥയുമായ ഡോക്ടർ K. വാസുകി IAS നേരിട്ടാണ് 3 ദിവസത്തെ ഈ മെഡിറ്റേഷൻ പ്രോഗ്രാമിന് നേതൃത്വം നൽകിയത്. തായ്ക്കൊണ്ടോ അസോസിയേഷൻ്റെ ട്രെയിനേഴ്സ്ക്കാണ് ഈ ഒരു 2 ദിവസമായിട്ട് ഒരു മൈൻഡ്ഫുൾനെസ് ട്രെയിനിങ് സെഷൻ
സംഘടിപ്പിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ സ്പോർട്സ് എന്ന് പറയുന്നത് അത് ഏത് സ്പോർട്സ് ആയാലും, മാർഷൽ ആർട്സ് ആയാലും സ്പോർട്സ് ആയാലും, നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മൾ നന്നായിട്ട് നമുക്ക് കൂട്ടാൻ വേണ്ടിയുള്ള ഒരു മാർഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഫിസിക്കൽ ഫിറ്റ്നസ്സോടൊപ്പം തന്നെ മെൻ്റൽ ഫിറ്റ്നസ്സും ഒരു പരിധി വരെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ മെൻ്റൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി മെച്ചപ്പെടണമെങ്കിൽ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് വളരെ ഒരു ബേസിക് കോഴ്സിന് പറയാൻ സാധിക്കും. കായിക രംഗത്ത് ശാരീരികമായ കരുത്തിനൊപ്പം തന്നെ മാനസികമായ ഉണർവും ശാന്തതയും എത്രത്തോളം പ്രധാനമാണെന്ന് ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ഡോക്ടർ കെ വാസുകി IAS വിശദീകരിച്ചു. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള നിരവധി ഒഫീഷ്യലുകളും ഇൻസ്ട്രക്ടർമാരും ഈ ക്യാമ്പിൽ പങ്കെടുത്തു. അസോസിയേഷൻ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റും സിഇഒയുമായ അജീബി, വൈസ് പ്രസിഡന്റും TDTA പ്രസിഡന്റുമായ ശ്രീമതി റാണി മോഹൻദാസ്, ജനറൽ സെക്രട്ടറി രതീഷ് വി, ട്രഷറർ M മുഹമ്മദ് അബ്ദുൽ നാസർ എന്നിവർ പ്രോഗ്രാമിന്റെ വിജയകരമായ നടത്തിപ്പിന് പ്രധാന ചുമതലകൾ വഹിച്ചു. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര എന്നുള്ള ആ തത്വത്തെ അങ്ങേയറ്റം പാലിക്കുന്ന ഒരു ഗുരുക്കന്മാരുടെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ, അവരുടെ പങ്ക് അങ്ങേയറ്റം സ്തുത്യർഹമാണ്. അതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ തൈക്കൊണ്ടോ അസോസിയേഷൻ ഓഫ് കേരളയുടെ പ്രസിഡൻറ്റ് കെ വാസുകി IAS ഒരു ഹോളിസ്റ്റിക് ഒരു 3 ദിവസത്തെ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചത് ഞങ്ങളുടെ അസോസിയേഷൻ്റെ എല്ലാവരുടെയും സഹകരണത്തോടെ അത് വളരെ ഗുണം ചെയ്യുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. നമ്മുടെ കുട്ടികൾ ദേശീയ അന്തർദേശീയ മത്സരങ്ങൾ പങ്കെടുക്കാൻ പോകുമ്പോൾ അവർക്ക് ഒരുപാട് സ്ട്രെസ്സ് അവർ അനുഭവിക്കുന്നുണ്ട്. തൈക്കൊണ്ടോ ഒരു കോമ്പാക്റ്റ് ഇനമാണ് ആയതുകൊണ്ട് തന്നെ മത്സരത്തിന് മുമ്പായിട്ട് അവർക്ക് വളരെ സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ കോച്ചിങ് ക്യാമ്പുകളിലും ക്ലാസ്സുകളിലും കുട്ടികളെ മെഡിറ്റേഷൻ പഠിപ്പിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു വിഷയങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സാഹചര്യം വരുമ്പോൾ ആ സാഹചര്യത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് അതിനെ എങ്ങനെ എത്രയും പെട്ടെന്ന് അതിനെ തീർപ്പാക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ എങ്ങനെ നേരിടാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടി അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ക്ഷമയും നല്ലൊരു സമൂഹത്തെയും വാർത്തെടുക്കാൻ ഇതിലൂടെ ഇവർക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എല്ലാവരും സമൂഹത്തിന് വേണ്ടി ഇനിയും പ്രവർത്തിക്കാൻ തൈക്കൊണ്ടോ അസോസിയേഷൻ ഓഫ് കേരള തയ്യാറാണെന്നുള്ള കാര്യവും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടുവന്ന് നമ്മുടെ മൈൻഡിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നുള്ള വളരെ ഫലവത്തായ രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങളാണ് അവർ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അതായത് ശ്വാസത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിൽ വരുന്ന മറ്റു ചിന്തകളെ മാറ്റി നിർത്തുന്നതിനുള്ള നിർദ്ദേശം തന്നു. ആ നിർദ്ദേശപ്രകാരം എല്ലാവരും അത് പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനിൽ എല്ലാ ഇൻസ്ട്രക്ടർമാരും ഇരുന്നിട്ടുള്ളത്. കായിക പരിശീലകർക്കും ഒഫീഷ്യൽസിനും മാനസിക സമ്മർദ്ദങ്ങൾ അതിജീവിച്ച് കൂടുതൽ മികച്ച രീതിയിൽ കളിക്കാരെ വാർത്തെടുക്കുവാൻ ഈ മൈൻഡ്ഫുൾനെസ് ക്യാമ്പ് ഏറെ സഹായകരമായെന്ന് പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തെ തായ്ക്കൊണ്ടോ കായിക മേഖലയ്ക്ക് പുതിയൊരു ദിശാബോധം നൽകുന്നതായിരുന്നു ഈ ക്യാമ്പ്. 43ാമത് കേരള സംസ്ഥാന സബ് ജൂനിയർ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് കോഴിക്കോട് നടക്കും. കേരളത്തിലെ യുവ ഹാൻഡ്ബോൾ പ്രതിഭകളെ കണ്ടെത്താനും അവരെ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുവാനും ലക്ഷ്യമിട്ടാണ് കേരള ഹാൻഡ്ബോൾ അസോസിയേഷൻ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. കേരള ഹാൻഡ്ബോൾ അസോസിയേഷൻ നടത്തുന്ന 43ാമത് സംസ്ഥാന സബ് ജൂനിയർ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് ജൂലൈ 31 മുതൽ ഓഗസ്റ്റ് 2 വരെ കോഴിക്കോട് കുന്നമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ കോർട്ടിൽ വെച്ചാണ് നടക്കുന്നത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള സബ് ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീമുകൾ ഈ കൗമാര കായിക മാമാങ്കത്തിൽ കിരീടത്തിനായി നേർക്കുനേർ പോരാടും. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മികച്ച കളിക്കാരെ അണിനിരത്തിക്കൊണ്ട് അതാത് ജില്ലാ അസോസിയേഷനുകൾ ശക്തമായ പരിശീലനമാണ് ടീമുകൾക്ക് നൽകിയിട്ടുള്ളത്. വരാനിരിക്കുന്ന ദേശീയ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിലേക്കുള്ള കേരള സംസ്ഥാന ടീമിനെ തിരഞ്ഞെടുക്കുന്നതും ഈ ടൂർണമെന്റിലെ മികച്ച പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. മത്സരങ്ങൾ കേരള ഒളിമ്പിക് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെ കായിക പ്രേമികൾക്ക് തത്സമയം കാണാനുള്ള സൗകര്യവും അസോസിയേഷൻ ഒരുക്കിയിട്ടുണ്ട്. ഇനി സ്പോർട്സ് ആൻഡ് ഷോർട്സിലേക്ക് പോകാം. സിംബാബ്വെക്കെതിരായ 3 മത്സരങ്ങളുടെ T20 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ തൂത്തുവാരി. മൂന്നാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ 35 റൺസിന്റെ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ഇതോടെ 3 മത്സരങ്ങളുടെ പരമ്പര 3-0 സ്വന്തമാക്കി ടീം ഇന്ത്യ. 49 പന്തിൽ 8 4-ഉം 4 6-ഉം ഉൾപ്പെടെ
81 റൺസ് നേടിയ സൂര്യവംശി കളിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 3 മത്സരങ്ങളിൽ നിന്ന് 151 റൺസ് നേടിയ അദ്ദേഹം പരമ്പരയിലെ താരമായും തിരഞ്ഞെടുക്കപ്പെട്ടു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ 192 റൺസ് നേടി. വിജയലക്ഷ്യം പിന്തുടർന്ന സിംബാബ്വേക്ക് 7 വിക്കറ്റ് നഷ്ടത്തിൽ 157 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യൻ സ്ക്വാഷിൽ പുതുചരിത്രം എഴുതി 18-കാരി അനാഹത് സിംഗ്. ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന അപൂർവ നേട്ടമാണ് അനാഹത് സ്വന്തമാക്കിയത്. ഫൈനലിൽ ഈജിപ്തിന്റെ റുഖയ സലേമിനെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് പരാജയപ്പെടുത്തിയാണ് അനാഹത് സ്വർണ്ണമണിഞ്ഞത്. കഴിഞ്ഞ 15 വർഷം തുടർച്ചയായ കിരീടം നേടിയ ഈജിപ്തിന്റെ ആധിപത്യം കൂടിയാണ് അനാഹത് അവസാനിപ്പിച്ചത്. ഏഷ്യയിലെ ഏറ്റവും പഴക്കമേറിയ ഫുട്ബോൾ ടൂർണമെന്റായ 135ാമത് ഡ്യൂറൻ കപ്പിന് ഇന്ത്യൻ ഫുട്ബോളിലെ എക്കാലത്തെയും ആവേശ പോരാട്ടമായ കൊൽക്കത്ത ഡെർബിയോടെ തുടക്കമായി. സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ പാരമ്പര്യ വൈരികളായ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും ഈസ്റ്റ് ബംഗാളും നേർക്കുനേറെത്തിയപ്പോൾ മലയാളി താരം സഹൽ അബ്ദുൾ സമദിന്റെ വിജയ ഗോളിൽ മോഹൻ ബഗാൻ 1-0 ജയം സ്വന്തമാക്കി. ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന പുരുഷ ടീമിൽ ഇടം പിടിച്ച മലയാളി ഗ്രാൻഡ് മാസ്റ്റർ നിഹാൽ സരീൻ, ലോക ചാമ്പ്യൻ ഡി ഗുഗേഷ്, ആർ പ്രജ്ഞാനന്ദ, അർജുൻ എരിഗേസി, വിദീത് ഗുജറാത്തി എന്നിവരാണ് ടീമിലെ മറ്റു താരങ്ങൾ. സീനിയർ വനിതകൾക്കായുള്ള സി ചെയിം T20 ക്രിക്കറ്റ് ടൂർണമെന്റിൽ കേരളത്തിന് തുടർച്ചയായ 3ാം ജയം. ഹിമാചൽ പ്രദേശിനെ 14 റൺസിനാണ് തോൽപ്പിച്ചത്. 4 ഓവറിൽ 13 റൺസ് വിട്ടുകൊടുത്ത് 4 വിക്കറ്റ് വീഴ്ത്തിയ ക്യാപ്റ്റൻ ആശാ ശോഭന തുടർച്ചയായി 3ാം തവണയും കളിയിലെ താരമായി. തായ്ക്കൊണ്ടോ അസോസിയേഷൻ ഓഫ് കേരളയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന BSF കേരള സംസ്ഥാന ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പ് കോഴിക്കോട് നടക്കും. ജൂലൈ 29-30 തീയതികളിലായി കോഴിക്കോട് VKK മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരങ്ങൾ അരങ്ങേറുക. മത്സരങ്ങൾ കേരള ഒളിമ്പിക് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെ കായിക പ്രേമികൾക്ക് തത്സമയം കാണാം. പുത്തൻ കായിക വാർത്തകളുമായി വീണ്ടും കാണുന്നവരെ നമസ്കാരം.